guys, welcome back to VTalks. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ guess the fruit challenge. അപ്പോൾ ഇന്ന് നമ്മുടെ ചാലഞ്ചിൽ നമ്മൾ 3 പേരായിരിക്കും. KMC Combat, Rashid DB and Dominator X. ചാർലി BCB, എഡ്വിൻ BCB ഇല്ല guys, ഇവിടെ വീട്ടിൽ പോയേക്കാണ്. അപ്പോൾ എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് ജാവി പറഞ്ഞത്. എന്തായാലും അയച്ചു തന്നിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ guys, അപ്പോൾ ഇത് തുറന്നു നോക്കിയാലാണ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയത്തുള്ളൂ, ഏത് ടൈപ്പ് ആണെന്ന് അറിയത്തില്ല. നമുക്ക് തുറന്നു നോക്കിയാൽ അറിയുള്ളൂ guys. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാല്ലേ. അപ്പോൾ അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് മൈനസ് പോയിന്റ് വെക്കണ്ടേ? വേണ്ടല്ലേ? വേണ്ട. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്ന ഇവിടെ ടാബ് സ്വൈപ്പ് ചെയ്ത ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരും. ഈ ഫ്രൂട്ട് ഏതാണ്? ഇതാരാ? എനിക്ക് കിട്ടി. പപ്പായ ആയിരിക്കും. സ്വൈപ്പ് ചെയ്ത ആൻസർ വരുമോ? പോപ്പോയി. പപ്പായ. ഇത് പോപ്പോയ്. ക്യാരക്ടർ പേര് പോപ്പോയ്. മറ്റേ ചീരല്ലടാ ഇത്. പേര് വെച്ച് നോക്കണം. അപ്പൊ എന്തായാലും ഫസ്റ്റ് ആൻസർ നമ്മൾ തന്നെ ഞാൻ അടിച്ചിരിക്കുന്നു. അപ്പൊ ഒരു പോയിന്റ്. ചീര ഇഷ്ടമില്ലായിരുന്നു. ഇവൻ തിന്നുന്ന ചീരയാണെന്ന് മനസ്സിലായ പിന്നെ ചീര തിന്നാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇവൻ ആട്ടുകാട്ട് നിന്നേ, നീ ആട്ടുകാട്ട് നിന്നു. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. കണ്ടില്ല എന്ന് പറയരുത്. അയ്യോ, ഓറഞ്ചാ? ഓ ഉണ്ട്, റൺ ഉണ്ട്, ജി ഉണ്ട്. അപ്പൊ എന്തായാലും ഓറഞ്ച് എനിക്ക് കിട്ടിയത്. പക്ഷെ ആദ്യം കൊമ്പ് പൊക്കി കഴിച്ചു. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് പറയാണെങ്കിൽ പറഞ്ഞോട്ടാ. ഇല്ലല്ലോ, വേറെ ഒന്നും. ഇത് ഓറഞ്ചിന് ഇരിക്കണ്ട. ഓറഞ്ച് തന്നെ കഴിച്ചു. ഓറഞ്ച് ഇതൊക്കെ സിമ്പിൾ. ഞാൻ കയറി തുടങ്ങിട്ടാ പിടിക്കണമെങ്കിൽ പെട്ടെന്ന് കൂടെ. ഇത് ഞാൻ ഇങ്ങനെ എനിക്ക് കൈ വെക്കാൻ പറ്റില്ല. 2 ടാബ്ലറ്റ് ഞാൻ ഇങ്ങനെ വെക്കേണ്ടി വരും. അത് 2 വെക്കണ്ട. ഞാൻ നീ വെച്ചോ. താഴെട്ട് പൊട്ടിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. കൊമ്പന്റെ തലയിൽ. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ അയ്യോ അയ്യോന്ന് പറഞ്ഞ ഞാൻ പോമഗ്രനേറ്റ് പിന്നെയാണ് പെട്ടെന്ന് പൈനാപ്പിൾ കിട്ടിയത്. ഇത് പൈനാപ്പിൾ ആണ് കൺഫേം. PIN ആപ്പിൾ, പൈനാപ്പിൾ കൺഫേം ആണ് ഗൈസ്. 2-1-0 ആണ് ഗൈസ് പോയിന്റ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഗൈസ്. ഓക്കെ, strawberry guys. Confirm strawberry. ഇതില്ല, ഇത് കുറച്ച് ഈസിയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ മൈൻഡിൽ വരുന്നില്ല ഗൈസ്. എല്ലാം ഈസിയാണ്. എല്ലാം ഇല്ല, ചിലപ്പോ ആദ്യം ആരെങ്കിലും കൈ കൈ പൊക്കി കഴിഞ്ഞാൽ പിന്നെ കൈ പൊക്കാൻ തോന്നത്തില്ല. അത് അറിയരുത് ആക്ച്വലി. കൊമ്പന് 3 പോയിന്റിലോട്ട് പോയിന്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3-1-0 ഗൈസ്. ഓക്കെ, ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആര് ജയിക്കൊന്നും അറിയത്തില്ല. ചിലപ്പോ ഡോമ് കേറി വരും. ഡൗട്ട് ഉണ്ടാ പല. ഡോമ് അത്യാവശ്യം ബുദ്ധിയുള്ള ഡൗട്ടില്ല. ഓക്കെ, നോക്കാം ഗൈസ്. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഞാനിത് കാട് ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറ. ചെറിയ ചാൻസ് ഉണ്ടോ? എന്നാലും ഉത്തരം അറിയുള്ളൂ. ഉത്തരം തെറ്റാണെങ്കിലോ? ഇല്ല, ഉത്തരം തെറ്റാണെങ്കിൽ ആർക്കും പോയിന്റ് ഇല്ല. അല്ല, അതന്നെയല്ല വേറെ എനിക്കൊന്നും കിട്ടില്ല. ചെറിയ തന്നെ ആയിരിക്കാൻ ചാൻസ്. അതെ, ചെറിയാണ് ഗൈസ്. ഓക്കെ, ചെറിയാണ്. കാരണം സത്യം കേട്ടോ, ചെറിയ ഗൈസ്. പിന്നെ വേറെ കാര്യം, നമ്മുടെ കൂടെ നിങ്ങൾ കളിക്കട്ടോ. നിങ്ങൾക്ക് എത്ര പോയിന്റ് ആയെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അവിടെ കൊമ്പനപ്പൊ നമ്മുടെ ലീഡ്. അപ്പൊ കൊമ്പനെ പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ഗൈസ്. അപ്പൊ നിങ്ങൾ ഒന്നടിച്ചല്ലേ? അതെ, ആ മൈനസ് പോയിന്റ് വെക്കായിരുന്നു. അതാണെങ്കിൽ രസമുള്ളൂ. ഇതിലാരും തെറ്റുത്തരം പറഞ്ഞിട്ടില്ല എത്ര നേരമായിട്ട്. പറഞ്ഞാലും പോയി കഴിഞ്ഞു പോയി. അത് പറഞ്ഞാലും. അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നീ പൊക്കിയില്ല പറ. എനിക്കറിയില്ല. കസ്റ്റാർഡ് ആപ്പിൾ,
കസ്റ്റാർഡ് ആപ്പിളാണ്. കസ്റ്റാർഡ് ശരിയാട്ടോ. ആപ്പിള്. അത് ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്താ? മറ്റേ പച്ച സാധനമല്ലേ, മറ്റേ കുഞ്ഞു 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 കുഞ്ഞു. മനസ്സിലായി, ഇങ്ങനെ മുഴ മുഴ പോലെ നിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണല്ലോ അത്. ഏത് സാധനം എനിക്ക് മനസ്സിലായില്ല. അതിനാണെന്ന് മറിച്ചാലും അറിയാം. എനിക്കത് എന്തായാലും മനസ്സിലായില്ല. ആത്തച്ചക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മറ്റേ അതിനകത്ത് കുരുള്ള ആത്തപ്പഴം. വീട്ടിലുണ്ടേ അത്. പിന്നെ അതെനിക്ക് കച്ചടാപ്പഴാന്ന് എനിക്ക് അറിയണ്ടേ. എനിക്ക് ആത്തപ്പഴം അറിയത്തുള്ളൂ. പിന്നെ അതിന്റെ അകത്താണ് ഈ മറ്റേ കറുത്ത കുരു, അതിന്റെ പൊക്കത്തൊരു വെള്ള കളറിലുള്ള സാധനം. അതാണ് തിന്നുന്നത്. ആ വെള്ള സാധനമാണ് തിന്നുക. നല്ല മധുരം, നല്ല മധുരമുള്ള, നല്ല മധുരമുള്ള. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും 2 പോയിന്റ്. അപ്പൊ 2-1-4 ഇങ്ങനെ വീണ്ടും ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നു. എടാ ഇതെന്താ? ഇപ്പഴാണ് ടഫായിട്ട് വന്നത് കേട്ടാ. ടഫ് ക്വസ്റ്റ്യൻ വന്നു ഗൈസ്. ഞാൻ എന്താ ഉണ്ടായിരിക്കണേ? എന്തെങ്കിലും കൈ നോക്കി റാജി ടിവി കിട്ടണ്ടേ? എന്നാലും ഇത് എന്ത് ഇതെന്താണ്? ഇത് ബോൾട്ടാണല്ലേ? പറയണ്ടേ? സോറി, നട്ടാണ്. സ്ക്രൂ ആണോ? ഇങ്ങനത്തെ നട്ടുകളുടെ സാധനമൊക്കെ ആണെങ്കിൽ മറ്റേ ചാലിയാസിനെ അറിയായിരുന്നു. അതെന്താ? ചാലിയാസ് ഈ നട്ട്സ് കാര്യങ്ങളെല്ലാം മേടിച്ച് പെട്ടെന്ന് നട്ട്സ് ആണല്ലേ? അയ്യോ എടാ ഫ്രൂട്ട് അല്ലേ, നട്ട്സ് അല്ലല്ലോ. ശരിയാണല്ലേ, ഫ്രൂട്ട് നട്ട്സിൽ വരില്ലല്ലേ? അടിച്ചവിടെ ഗൈസ്. കണ്ടല്ലോ, ആലോചന ചിന്തിക്കാത്ത. അതെ. അപ്പൊ ഇത് ബോൾട്ട് ആയിരിക്കും. ഞാൻ തോറ്റു, എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. ഇത് എന്തായാലും സബ്സ്ക്രൈബേഴ്സിന് തോറ്റോ? ഞാൻ തോറ്റു. ഞാൻ തോറ്റു, അവനും തോറ്റു. അറിയില്ലെങ്കിൽ ഇരുന്ന് ആലോചിക്കാം. കൊക്ക അല്ല, തോറ്റ്. മറിക്ക് അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ നട്ടെന്ന് പറഞ്ഞ നട്ടല്ല, തേങ്ങ. കൊക്കക്കോളയിൽ കോക്കും ഓയും. ഇത്ര ഈസി ക്വസ്റ്റ്യൻ ചിലപ്പോ വേറെ ഉണ്ടാവും തോന്നില്ല. ബുദ്ധിയില്ലാത്ത മണ്ടന്മാർ. കോക്കനട്ട് ഫ്രൂട്ട് ആണല്ലേ, വെജിറ്റബിൾ അല്ലേ? ആണോ? ആയിരിക്കും. അത് ഇപ്പോഴും എല്ലാവർക്കുള്ള സംശയമാണ്. എപ്പോഴും എല്ലാവർക്കുള്ള സംശയമാണ് അത്. അതിപ്പോ മാറിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഫ്രൂട്ട് ആണ് ഗൈസ്. കോക്കനട്ട് ഫ്രൂട്ട്. ഓക്കെ ഗൈസ്, അപ്പോ നമുക്ക് എല്ലാരും മാർക്ക് പോയി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗൈസ്. പറ. ഗ്രേപ്സ്. സത്യം, ഗ്രേയും ഏപ്സും. കൊരങ്ങന്മാരെ ഏപ്സ് എന്ന് പറയും. ഞാൻ മങ്കില് പിടിച്ചിരിക്കും എപ്പോഴും. മങ്കിയല്ല, ഇത് ആദ്യം ആലോചിച്ചാൽ മതിയായിരുന്നു കേട്ടാ. അതാട്ടാ ഈ ഗ്രേ ആലോചിച്ചില്ല. ഞാൻ ഈ മങ്കിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതന്നായിരിക്കും നോക്കാം. ഗ്രേപ്സ് തന്നെ. ഓ പൊളി. അപ്പൊ ഡോബത്തിന് 3 പോയിന്റ്. 3, 1, 4. 4അല്ലേ? ഞാൻ 4. കൊറേ നേരം 4 കേട്ടോ. ഞാനും 3 നാള്. ഉത്തരം പറ, പിന്നെ പറഞ്ഞിട്ടില്ല. ഉറക്കം വന്നൊക്കെ പോയി. പറ. കിവി. ശരി. ഞാൻ ഡോം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തല്ലടാ. നീ എന്താ വിചാരിച്ചേ? കിവി തന്നെയാണ് ഉത്തരം. ഭയങ്കര ഈസി ഇതായിരുന്നു. 5-1-3 ആണ് ഗൈസ് ഒക്കെ പോയിന്റ്. ഇപ്പൊ നീയെ ആങ്കറും നമ്മളാണല്ലോ കളിക്കുന്നത്. ആണോ? അതിന് അപ്പൊ 1 പോയിന്റ്. പിന്നെ ആർക്കാ ആങ്കറിന് പോയിന്റ് കിട്ടുമോ കളി? ഒന്ന് മാത്രമല്ല, പിന്നെ കഴിഞ്ഞിട്ടില്ല. ഓ അങ്ങനെ ബ്രോ, മാസ് ഡയലോഗ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആപ്പിൾ. അതെങ്ങനെ? ആപ്പിൾ. ഇത് IPL ആണോ? അത് ആപ്പിൾ. മൈ ഗോഡ്, അതന്നെയാണോ? ഇതിനെ പില്ലെന്ന് പറയുന്നത്. അത് പില്ലെന്ന് പറഞ്ഞല്ല. മറിക്ക് മറിക്ക്. ആപ്പിൾ തന്നെ കേട്ടോ. നല്ല ഈസി വന്നായിരുന്നു. ഞാൻ മെഡിസിനൊക്കെ ആലോചിക്കായിരുന്നു. ഞാനും മെഡിസിൻ്റെ ആലോചിക്കുന്നത്. അപ്പൊ എത്ര പോയിന്റ്? 4-5-1. ഓക്കെ, സോ ഇപ്പൊ ഏറെക്കുറെ അടുത്തെത്തിയല്ലോ. ഹാപ്പി അല്ലേ? ആര്? നിങ്ങൾ അടുത്തെത്തിയ. എനിക്ക് കോമ്പറ്റീഷൻ വേണം. കോമ്പറ്റീഷൻ ഒന്നുകൂടി സെറ്റ് ആവട്ടെ. അടുത്ത ഡോമൻ ഉത്തരം പറയും നോക്കി. ഞാനാ പറഞ്ഞ അടുത്ത ഡോമൻ ഉത്തരം പറയും. ഇതേതാ? പറഞ്ഞോ. ബനാനെ. അതെങ്ങനെ? ഇത് ബാനാണ്. ആന. മലയാളോ? മലയാളം എന്താ? അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയണ്ട? വേറെ ഞാൻ ആനാന്ന് ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷാ വിചാരിച്ചു കേട്ടോ. ബ്രോ, ഇതൊക്കെ എന്റെ ഓരോ കളികളല്ലേ. നിങ്ങൾ കൂടെ
എന്താ ഇത് ഇതൊക്കെ ആർക്കും അറിയാവുന്നതാണ് എല്ലാം മണിപ്പൂർ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാനുണ്ടോ ജാബിർദാസേ? ബാൻ എന്ന് പറയാൻ ബാൻ ചെയ്യില്ല അതിനൊന്നും നോ എൻട്രി അല്ലേ? നോയൻട്രിയും ബാനും എല്ലാം ബാൻ അടിക്കുന്നവര് ഇങ്ങനെയല്ല. മറ്റേ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്തിട്ട് ഇങ്ങനെയല്ലേ? അതെ സത്യം. ഗൈസ് അപ്പൊ പോയിന്റ് വെക്കാം. എത്ര 6-4 അല്ലേ? 1. ഓക്കെ ഗൈസ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ പൊക്കി കാഷ്യൂ ഇവര് അതിന് അങ്ങനെ 4-6 ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡേറ്റ്സ് ഞാൻ കലണ്ടറോ കലണ്ടർ പിന്നെ ഡേറ്റ്സ് പിന്നെ ഫ്രൂട്ട് എല്ലാം നട്ടല്ലോ ഫ്രൂട്ട് അടിച്ച് ഉത്തരം പറയാം. ഡേറ്റ്സ് ആണ്. അപ്പൊ 4-3-6 തക്കാളി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തക്കാളി ഫ്രൂട്ടാ? മറക്ക് ഞാൻ പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ട്. അത് ഞാൻ കാര്യം പറയട്ടെ, നീ എന്തിനാ പിടിച്ച് ഡ്രാഗൺ അതിനെ കണ്ട് അപ്പുറം ഉത്തരം കൂടെ കണ്ടില്ലേ നീ? പിന്നെ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഒന്നും പോടാ, ഇതിലെ ഉത്തരം കണ്ട് നീ അങ്ങനെ മയ്യ ആക്കിയത് മനസ്സിലായി. വല്ല ആവശ്യമുണ്ടായിരുന്നു ഇവന് ഇവന് ഇങ്ങനെ കൊടുന്ന പിന്നെ അതിനെ ആദ്യം പൊക്കി 4-4-6. ഓക്കെ ഇനി ഞാൻ സ്പീഡിലാക്കണം, സ്ലോ മോഷനിലാക്കണ്ട. ഞാൻ പൊക്കി വാട്ടർ ലെമൺ ഞാൻ സെക്കൻഡ് നോക്കിയാ വാട്ടർ മെലൺ. വാട്ടർ ലെമൺ അല്ല, വാട്ടർ മെലൺ ആണ്. അയ്യേ വാട്ടർ ലെമൺ വാട്ടർ മെലൺ. 7-4-4 ലെമൺ. അതെ. 8-4-4. ഇതെന്തായിരുന്നു? ഇതെന്ത് തേങ്ങ? ഞാൻ ചുമ്മാ പറയാൻ പോവാണ്. കൈപൊക്കി പറ. അപ്രിക്കോട്ട് അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് എന്റെ ഒരു മൈൻഡിലുണ്ട്. എനിക്ക് അറിഞ്ഞോടാ ഏതെന്ന് എനിക്ക് അറിഞ്ഞോടാ. അപ്രിക്കോട്ടനാണെന്നാ ഞാൻ തോന്നി. എനിക്ക് അല്ലടാ, എനിക്ക് ഞാനത് ഇത് 6 പിന്നെ കോട്ട് അപ്രിക്കോട്ട് അങ്ങനെ കൂട്ടിയ അത് പഴത്തിന്റെ പേര് ഞാൻ എപ്പോഴോ കണ്ടിട്ടുള്ള ആലോചിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നെല്ലിക്ക പോലെ ഇരിക്കുന്ന ഗൈസ്. അപ്രിക്കോട്ടിന് മലയാളം അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഞാൻ അതായിട്ട് അപ്രിക്കോട്ടിന് കേൾക്കുന്നത് ഗൈസ്. അപ്പൊ എത്ര 9. അപ്പൊ കറക്റ്റായി 9-4-4. ഓക്കെ നമ്മൾ ഇതിന് വേണ്ടിട്ടാണ് നിനക്ക് പോയിന്റ്. ഓക്കെ ഞാനിങ്ങനെ കയറിപ്പോ നിങ്ങളുടെ പോട്ടെ. അടുത്ത ഇത് ഏത് സാധനം? എന്താ എന്റെ ലിപ്സ്റ്റിക് നോക്കിട്ട് കണ്ടുപിടിക്കുന്ന എന്താ ലിപ്സ്റ്റിക്കോ? ലിപ്സിങ്ക് ലിപ്സ്റ്റിക് നോക്കി കണ്ടുപിടിക്കുന്ന വായിലോട്ട് ഇങ്ങനെ വയലോട്ട് ഇങ്ങനെയാണ് നോക്കുക. ഇതുകൊണ്ടാണ് നോക്കുന്നത്. ഇങ്ങനെ ഇതെന്ത് ഫ്ലവറാ ഇത്? അത് അല്ലല്ല താമര. ഇതെന്ത് പഴം? അല്ല ശരി പഴോ? എടാ ഇതെന്ത് പോവാന്ന് പറഞ്ഞാ അറിയണ്ടേ? ഇല്ല ഞാൻ പറയൂലേ. റംബൂട്ടാനാണോ? എങ്ങനെയാ റംബൂട്ടാൻ വരുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഗസ് അടിച്ചാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ ഗസ് അടിച്ച എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ ഗസ് അടിച്ചതാ. എനിക്ക് അറിഞ്ഞൂടാ. ഇതെങ്ങനെ റാവന്നെ അറിഞ്ഞൂടാ. എന്നോട് ചോദിക്കണ്ട. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ ഗസ് അടിച്ചതാ. ചിലപ്പോ ശരിയാവോ തെറ്റാവോ. റംബൂട്ടാനല്ലാതെ പൂട്ടൻ എന്താ ഉള്ളത്? ഏതായാലും ഗസ് പറയല്ലേ. സ്വൈപ്പ് ഗോപൂട്ടൻ. ഗോപൂട്ടനല്ല, ആപ്പൂട്ടൻ. അറിയില്ലല്ലോ. 10-2 1 2 3 ക്യാരറ്റാ? ക്യാരറ്റ് റംബൂട്ടാൻ. എടാ ഇതെങ്ങനെയാടാ റാവന്നെ? റാം. ഇതിനെ റാം ഞാൻ കോട്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ആടിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. എനിക്ക് പൂൺ 10 ആണ്. റാം എന്ന് പറഞ്ഞ റാം ഇപ്പൊ ഞാൻ ഓർത്തില്ല. റാം മറ്റേ ഒരു കാറില്ലേ റാം. പറഞ്ഞിട്ടില്ല. ഇവിടെ 4 ഇവിടെ 5 ആയി. അയ്യോ ഡോമ ഏറ്റവും അവസാനമായാ. 4 5 10 9. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ
ടൊമാറ്റോ. ആ ടൊമാറ്റോ ശരിയാ. ടോയ്ന്ന് പറയാ, ടോയ്ന്ന് അങ്ങനെ പറയല. അല്ല ടൊമാറ്റോ. 5-5-9 മാംഗോ. എടേ ഞാനത് അറിഞ്ഞു, പക്ഷെ ഈ ഗ്രീൻ അത് ഞാൻ മാംഗോ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ ഇത് എന്താ ഗോ എങ്ങനെ വരുന്നത്, ഗ്രീൻ അല്ലേ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. ഗോ മറ്റേ പോകുന്ന ഉദ്ദേശിച്ചില്ല. എത്രയാ? 5, 6, 9. ഓക്കെ ഗൈസ്, അപ്പോൾ അതന്നെ ഗോ മാംഗോ. ഓക്കെ ഗൈസ്, അപ്പൊ കട്ടയ്ക്ക് നിൽക്കുവാണേ. നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആരാ ജയിച്ചു, കൊമ്പനാണ് ജയിക്കുക അതൊന്നും നിങ്ങളാണ് ജയിക്കുക നമുക്ക് അറിയണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രീൻ ആപ്പിൾ. ഞാൻ പൈനാപ്പിൾ പറഞ്ഞു. പൈനാപ്പിൾ ആണോ ഗ്രീൻ ആപ്പിൾ ആണോ ഗൈസ്? പൈനാപ്പിൾ ആയിരിക്കും. പൈനാപ്പിൾ ആണ് ചാൻസ്. ഗ്രീൻ ആപ്പിൾ, ആപ്പിൾ ഗ്രീൻ ആപ്പിൾ. പച്ച കളർ ഗ്രീൻ പൈനാപ്പിൾ ആയിരിക്കും. ഏതാ ശരിയെന്ന് അറിയില്ല ഗൈസ്. പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ ഗ്രീൻ ആപ്പിൾ. ഇതിൽ ഏതാ ചാൻസ് കമന്റ് ചെയ്യാം. അറിയത്തില്ല, അത് കമ്പനി നോക്കാം. ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്ത് വരെ നോക്കാം. എന്തായാലും ശരി ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ശരി ഏതാണെന്നുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് പോയിന്റ് ഒഴികെ ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള ബോണസ് പോയിന്റ് ആണ്. ഒരു പോയിന്റ് നിങ്ങൾ അത് എടുത്തു. വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ 5, 6, 9. ചിക്കൻ ഡിന്നർ അത്രേ ഉള്ളൂ ഗൈസ്. അടിപൊളി. 9 പോയിന്റ് എടുത്തിട്ട് കൊമ്പൻ ഇവിടെ ജയിച്ചിരിക്കുന്നു. അത് 9 പോയിന്റ് ഗൈസ്. ഓക്കെ, 6 പോയിന്റ്. കൂടുതൽ പോയിന്റ് കിട്ടിയാൽ നമ്മൾ കൂടുതൽ പോയിന്റ് കിട്ടിയെന്ന് പറയുന്നത്. 6 പോയിന്റ് കിട്ടി ഗൈസ്. 9 അതിന് തല തിരിയേണ്ട ആവശ്യമില്ലല്ലോ. 6 പോയിന്റ് കിട്ടിയ റാഷിക്ക് ഗൈസ്. ഓക്കെ, 5 പോയിന്റ് കിട്ടിയിട്ട് ഡോം ഇവിടെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അവസാന ഗൈസ്. ഓക്കെ, 3ാം സ്ഥാനമല്ല, അവസാന കരസ്ഥമാക്കിയത്. അപ്പൊ വേറെ 5 പോയിന്റിൽ കുറവുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. കാരണം അതിന് താഴെ ആൾക്കാരുണ്ടോ എന്ന് അറിയണം ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബേഴ്സിന് അതിൽ കൂടുതൽ കുറവ് പോയിന്റ് ഉണ്ടോ നമുക്ക് നോക്കണം. എനിക്ക് ടൈമിങ്ങിന്റെ കുഴപ്പമായിരുന്നു. ഞാൻ പിന്നെ എന്തായാലും ഗൈസ്. ഓക്കെ, ഇത് പൈനാപ്പിൾ ആണോ ഗ്രീൻ ആപ്പിൾ ആണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കുള്ള ബോണസ് പോയിന്റ് ആണ്. അപ്പൊ എന്തായാലും ഗൈസ്, ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു കിടിലൻ ചാനൽ നമ്മൾ വീണ്ടും വരുന്നവർക്ക് അതുവരെ